17ന്റെ പട്ടിക ഒന്ന് ചൊല്ലാമോ? 17ന്റെ പട്ടികയോ? ശരി, പറയാം. 17 1 17, 17 2 34, 17 3 51, 17 4 68, 17 5 85, 17 6 102, 17 7 119, 17 8 136, 17 9 153, 17 10 170. പട്ടിക ചൊല്ലി കാറ്റ്, തീയ് ഇത് രണ്ടും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു കവിത ചൊല്ലാമോ? കാറ്റും തീയും രണ്ട് വിഭിന്ന ശക്തികൾ. ഒന്ന് സ്വതന്ത്രമായി അലയുന്നത്, മറ്റൊന്ന് എല്ലാം ആളിക്കെത്തിക്കുന്നത്. പക്ഷേ ഇവ രണ്ടിനും ഒരുപോലെ പ്രകൃതിയെ സ്വാധീനിക്കാനാകും. കാറ്റ് തീയെ പടർത്തുന്നു. ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ കാട്ടുതീയായി മാറാൻ കാറ്റിന് കഴിയും. അതേസമയം തീ കാറ്റിനെ സൃഷ്ടിക്കുന്നു. തീ ആളിക്കെത്തുമ്പോൾ ചൂടായ വായു ഉയരുന്നു. അങ്ങനെ കാറ്റുണ്ടാകുന്നു. കാറ്റും തീയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നില്ലാതെ മറ്റൊന്ന് പൂർണ്ണമാകില്ല. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ അത് അതിശയകരമായ കാഴ്ചയാണ്. അതിനാൽ കാറ്റിനെയും തീയെയും ഒരുമിച്ച് ആഘോഷിക്കാം. അവയുടെ ശക്തിയും സൗന്ദര്യവും ആസ്വദിക്കാം. കാറ്റേ, നീ പാടാൻ തുടങ്ങൂ. തീയേ, നീ നൃത്തം ചെയ്യാൻ തുടങ്ങൂ. കാറ്റും തീയും കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്നത് ഒരു അത്ഭുത ലോകം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗൂഗിൾ ജെമിനിയോട് ഞാൻ 1-2 കാര്യം ചോദിച്ചാണ്. പട്ടിക ചോദിച്ചു, 17ന്റെ പട്ടിക ചോദിച്ചു. ഞാനൊക്കെ പഠിച്ച സമയത്തൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് 17ന്റെ പട്ടിക പോലും അറിയില്ല. ഇപ്പം പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് നമുക്ക് എന്തൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആൻസർ തരും. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും ജോലി ചെയ്യുന്നവർക്കായാലും എല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഗൂഗിൾ ജെമിനി. ഇതിനു മുമ്പ് ഞാൻ ഗൂഗിൾ ജെമിനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു റിവ്യൂ ആയിട്ട്, അതായത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉള്ള കാര്യം പറയുവാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് എന്നുള്ള ഇതുപോലൊക്കെ ഓപ്ഷൻ വരും. ഇത് ഓക്കെ ചെയ്ത് കൊടുക്കണം. അതായത് ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനിയുടെ സ്വിച്ച്, ഗൂഗിൾ ജെമിനിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ പറയാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷനൊക്കെ ഇതൊക്കെ ഓക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 2 ഓപ്ഷനും ഇതുപോലൊക്കെ ഓക്കെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഗൂഗിൾ ജെമിനി ഇതുപോലൊക്കെ ഇതേ രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും. ഓപ്പൺ ആയി കിട്ടി കഴിയുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഈ 2 ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ ഓപ്ഷൻ ഇത് ക്യാമറയുടെ ഓപ്ഷൻ. ഈ ക്യാമറയുടെ ഓപ്ഷനിൽ നിങ്ങൾ എന്തെങ്കിലും, ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ നിങ്ങൾ എന്തെങ്കിലും ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ വല്ലോ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ആ ഫോട്ടോ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളത് ഇങ്ങനെ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെമിനി ഇതുകൊണ്ടൊക്കെ, ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ അല്ലാതെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഞാൻ ഗാലറിയിൽ തന്നെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ജെമിനിയോട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ഇത് നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഇതുകൊണ്ടൊക്കെ ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജെമിനി ഉടനെ തന്നെ നമുക്ക് ആൻസർ തരും. ഇത് ഒരു DMV 8 ലൈവ് സൗണ്ട് കാർഡാണ്. ഇത് പ്രധാനമായും ലൈവ് സ്ട്രീമിംഗ്, പോഡ്കാസ്റ്റിംഗ്, മ്യൂസിക് റെക്കോർഡിംഗ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ഇതിൽ ഒന്നിലധികം മൈക്രോഫോൺ ഇൻപുട്ടുകൾ, ഹെഡ്ഫോൺ ഔട്ട്പുട്ടുകൾ, വോയിസ് ചേഞ്ചർ, സൗണ്ട് എഫക്റ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രധാന ഫീച്ചറുകൾ: മൾട്ടിപ്പിൾ മൈക്രോഫോൺ ഇൻപുട്ടുകൾ, ഡൈനാമിക് മൈക്രോഫോൺ, കണ്ടൻസർ മൈക്രോഫോൺ എന്നിവയ്ക്കായി ഇതിൽ ഇൻപുട്ടുകളുണ്ട്. ഹെഡ്ഫോൺ ഔട്ട്പുട്ടുകൾ, ഹെഡ്ഫോൺ, ഇയർഫോൺ എന്നിവ കണക്ട് ചെയ്യാൻ 2 ഔട്ട്പുട്ടുകളുണ്ട്. വോയിസ് ചേഞ്ചർ, നിങ്ങളുടെ ശബ്ദം മാറ്റാൻ സഹായിക്കുന്ന നിരവധി സൗണ്ട് എഫക്റ്റുകൾ, നിങ്ങളുടെ സ്ട്രീമുകളിലേക്ക് കൂടുതൽ രസകരമായ ഒരു സ്പർശം ചേർക്കാൻ നിരവധി സൗണ്ട് എഫക്റ്റുകൾ. പ്ലഗ് ആൻഡ് പ്ലേ ഡ്രൈവറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയുമായി പൊരുത്തപ്പെടുന്നു. ഉപയോഗങ്ങൾ: ലൈവ് ഇതേ രീതിയിൽ ഇങ്ങനെ, ഇതിപ്പോൾ മൊത്തം ഞാൻ കാണിക്കുന്നില്ല, കാര്യം ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിന്റെ മൊത്തം ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ ഇതിപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു സാധനത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് ജെമിനി ഇങ്ങനെ ആൻസർ തരും. നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇതിപ്പോൾ ഫുൾ ഡീറ്റെയിലും ഇത് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ വിശദമായിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഏതൊരു സാധനത്തിന്റെ ആയിക്കോട്ടെ, വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് പറയും. അതിന്റെ ഫോട്ടോ മാത്രം എടുത്ത് നിങ്ങൾ ഇതുകൊണ്ട് ചോദിച്ചാൽ മതി, അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും അതിനെപ്പറ്റി. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക്
ഇപ്പൊ നമ്മൾ ക്യാമറയുടെ ഇതാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഐക്കോൺ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഐക്കോണാണ് ശരിക്കും ഈ ഇതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐക്കോൺ. ഇതിൽ നമുക്ക് ലൈവായിട്ട് എന്തൊരു കാര്യവും ലൈവായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. കണ്ടിന്യൂ ആയിട്ട് അത് ചോദിക്കാനും പറ്റും. അതിന്റെ ആൻസർ കണ്ടിന്യൂ ആയിട്ടും കിട്ടും. ഓക്കെ, അത് ലൈവായിട്ട് തന്നെയാണ് അത് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിലൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ലൈവ് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അപ്പൊ അതിങ്ങനെ ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇത് ഉണക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഉണക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല, ഇങ്ങനെ ഈ ഐക്കോൺ വരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ട് മുകളിലായിട്ട്, അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വേണ്ട ഇവിടെ സ്വല്പം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് ടു ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് കാണാം. അവിടോട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ജെമിനി മുകളിലായിട്ട് ഈ ജെമിനി എന്നുള്ള ഇതിലായിരിക്കണം നമ്മൾ എപ്പോഴും അത് ഓക്കെ ചെയ്ത് വെക്കാൻ. എന്നാലേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇതെല്ലാം കിട്ടത്തുള്ളൂ. നമുക്ക് ജെമിനിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ അതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ. ഇത് ഗൂഗിൾ ജെമിനി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ ഓക്കെ ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെയായിട്ട് സ്വിച്ച് ഗൂഗിൾ ഇതും അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തതിന്റെ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണുന്നുണ്ട്. അവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ജെമിനിയുടെ വോയിസ് ഒക്കെ നമുക്ക് ഏത് വോയിസ് കേൾക്കണം, സൗണ്ട് വേണോ, ആ ശബ്ദമൊക്കെ മാറ്റാൻ ഇതിന് മുമ്പുള്ള ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷനും ലാംഗ്വേജ് മാറ്റുന്നതും ഈ ശബ്ദം മാറ്റുന്നതുമായിട്ടുള്ള ഈ രണ്ടും ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല, ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയോട്ട് ശകലം താഴെയോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻ തന്നെ, ഇപ്പൊ ഇതിന് മുന്നേ ഞാൻ കാണിച്ച അതേ ഓപ്ഷൻ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ആദ്യമേ ഞാൻ കാണിച്ച ഓപ്ഷൻ ആ രീതിയിലും പോകാം. സെറ്റിംഗ്സിൽ പോയിട്ട് അതേ രീതിയിൽ ഇതേ രീതിയിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇതേ സ്ഥാനത്ത് തന്നെയാണ് വരുന്നത്. അതപ്പം നിങ്ങൾക്ക് എപ്പോഴും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ ജെമിനി ആണോ എന്നുള്ളത് ജെമിനി ഓക്കെ ആയിരിക്കണം. ഓക്കെ, അതാണ് നോക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരികെ പോകാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചതാണ്, അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. കാര്യം ഒരു ബ്ലണ്ടർ, അതായത് ഒരു തെറ്റായ ഉത്തരം ജെമിനി എനിക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. അതായത് തെറ്റായ ഉത്തരമാണെന്ന് നിങ്ങൾക്ക് പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരാം. കാര്യം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ഏതാണെന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ജെമിനി പറഞ്ഞ ഉത്തരം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ഡൽഹിയിലെ കാശ്മീർ ഗേറ്റ് ISBT ആണ്. ഏകദേശം 14 ഏക്കർ വിസ്തീർണമുണ്ട് ഇവിടെ. ഈ ഒരു ഉത്തരവാണ് ജെമിനി പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇതല്ല ശരിയായിട്ടുള്ള ഉത്തരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇത് 14 ഏക്കർ എന്നാ പറഞ്ഞേക്കുന്നത്. 14 ഏക്കർ. ഓക്കെ, 14 ഏക്കർ. ഇതിലും കൂടുതൽ ഏക്കറുള്ള വിസ്തീർണമുള്ള സ്ഥലം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അപ്പൊ അത് ഏതാണെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ചോദിക്കുന്നത് ഇതാണ്: ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ CMBT ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാണ് എനിക്ക് ISBT എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇന്ത്യയിലെ ചോദിച്ചാൽ ഇന്ത്യയിലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയുക, ISBT എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിലെ എന്നല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനാണ് ഈ CMBT എന്ന് പറയുന്നത്. ഓക്കെ, അതപ്പോ ഇത് എന്താണ് ഉത്തരം പറഞ്ഞതെന്ന് നിങ്ങൾ നോക്ക്. ഇതാണ് പറഞ്ഞ ഉത്തരം, ഇതാണ്. ഓക്കെ, അതെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ചെന്നൈയിലെ CMBT ഓഫ് ചെന്നൈ മോഫസിൽ ബസ് ടെർമിനസ് ആണ്. CMBTയുടെ വലിയൊരു ചിത്രം. 37 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചുകിടക്കുന്ന ഈ ബസ് സ്റ്റേഷൻ തെക്കേ ഇന്ത്യയിലെ ബസ് ഗതാഗതത്തിന്റെ ഹബ്ബാണ്. ഇവിടെ നിന്ന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ബസ്സുകൾ ലഭ്യമാണ്. CMBTയുടെ പ്രധാന സവിശേഷതകൾ: വലിയ വിസ്തൃതി. ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനായതിനാൽ CMBTയിൽ ഒരേ സമയം വലിയൊരു സംഖ്യയിൽ ബസ്സുകൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ആധുനിക സൗകര്യങ്ങൾ. യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇതിൽ ഭക്ഷണശാലകൾ, കടകൾ, റെസ്റ്റ് റൂമുകൾ, ATMകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. സുരക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. CCTV ക്യാമറകൾ, സുരക്ഷാ ജീവനക്കാർ,
എന്നിവ ഇവിടെയുണ്ട്. CMBTയുടെ ഒരു ആന്തരിക ചിത്രം. CMBTയിൽ നിന്നുള്ള ഒരു ബസ്. CMBT സന്ദർശിക്കുന്നത് എന്തുകൊണ്ട്? ബസ് യാത്ര. തെക്കേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് CMBTയാണ് ആദ്യ തെരഞ്ഞെടുപ്പ്. ചെന്നൈ സന്ദർശിക്കൽ. ചെന്നൈ സന്ദർശിക്കുന്നവർക്ക് CMBT ഒരു പ്രധാന കാഴ്ചയാണ്. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് CMBT ഒരു നല്ല സ്ഥലമാണ്. ഉപസംഹാരം. ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനായ CMBT തെക്കേ ഇന്ത്യയിലെ ബസ് ഗതാഗതത്തിന്റെ ഹബ്ബാണ്. ആധുനിക സൗകര്യങ്ങളും സുരക്ഷയുമുള്ള ഈ സ്ഥലം ബസ് യാത്രക്കാർക്കും ചെന്നൈ സന്ദർശിക്കുന്നവർക്കും ഒരു പ്രധാന ആകർഷണമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് CMBTയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ചെന്നൈ ടൂറിസം വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് CMBTയെക്കുറിച്ച് മറ്റേതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം ഓർക്കണം, 100% ജെമിനി ശരിയായിട്ടുള്ള ആൻസർ അല്ലതെന്ന്. 1% ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രൂഫ് സഹിതം അതിനാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചത്. അപ്പം 99% ശരിയാണ്, 1% മാത്രം ഇത് തെറ്റിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിപ്പം പ്രൂഫ് സഹിതം അതാണ് ഞാൻ ഇത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങ് ശരിയല്ല. അപ്പോൾ ഇടയ്ക്ക് ജെമിനിക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ജെമിനിയോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഗൂഗിൾ ജെമിനി AI എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഏതെല്ലാം മേഖലയിൽ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ഗൂഗിൾ ജെമിനി AI നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും പ്രൊഫഷണൽ കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ സഹായമാകുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. ഇത് നിരവധി രീതികളിൽ ഉപയോഗിക്കാം. എഴുത്ത്, ഇമെയിൽ, റിപ്പോർട്ടുകൾ, ബ്ലോഗ് പോസ്റ്റുകൾ, കവിതകൾ, സ്ക്രിപ്റ്റുകൾ മുതലായവ എഴുതുന്നതിന് ജെമിനി നിങ്ങളെ സഹായിക്കും. വിവർത്തനം. ഒന്നിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് ഇതുപയോഗിക്കാം. സംഗ്രഹണം. ദീർഘമായ ലേഖനങ്ങളോ ഡോക്യുമെന്റുകളോ സംഗ്രഹിക്കാൻ ജെമിനിക്ക് കഴിയും. വിവരങ്ങൾ തേടൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ഇതുപയോഗിക്കാം. കോഡിംഗ്. കോഡ് എഴുതുന്നതിനും പരിഹരിക്കുന്നതിനും ഇതുപയോഗിക്കാം. ക്രിയേറ്റീവ് എഴുത്ത്. കഥകൾ, ഗാനങ്ങൾ, സ്ക്രിപ്റ്റുകൾ എന്നിവ സൃഷ്ടിക്കാൻ ജെമിനിക്ക് കഴിയും. ഭാഷ പഠിക്കൽ. പുതിയ ഭാഷകൾ പഠിക്കാൻ ഇതുപയോഗിക്കാം. ഏതെല്ലാം മേഖലയിൽ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഗവേഷണം ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉപകരണമായി ഇത് ഉപയോഗിക്കാം. വ്യവസായം. മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ്, ഉൽപ്പന്ന വികസനം എന്നിവയുൾപ്പെടെയുള്ള വിവിധ വ്യവസായങ്ങളിൽ ഇതുപയോഗിക്കാം. സർക്കാർ ഏജൻസികൾക്ക് പൗരന്മാർക്ക് സേവനങ്ങൾ നൽകാനും വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ഇതുപയോഗിക്കാം. മറ്റ് മേഖലകൾ. ജേർണലിസം, ഗവേഷണം, വിനോദം എന്നിവയുൾപ്പെടെയുള്ള മറ്റ് നിരവധി മേഖലകളിൽ ഇതുപയോഗിക്കാം. ജെമിനി AI ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. കാര്യക്ഷമത. ജെമിനിക്ക് നിരവധി ജോലികൾ വേഗത്തിൽ ചെയ്യാൻ കഴിയും. ലഭ്യത. ഇത് 24/7 ലഭ്യമാണ്. വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾ. ഇത് നിരവധി രീതികളിൽ ഉപയോഗിക്കാം. പഠനം. ഇത് നിരന്തരം പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സമാപനം. ഗൂഗിൾ ജെമിനി AI ഒരു ശക്തമായ ഉപകരണമാണ്. ഇത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാനും കൂടുതൽ ഫലപ്രദമാക്കാനും സഹായിക്കും. നിങ്ങളൊരു വിദ്യാർത്ഥിയായാലും പ്രൊഫഷണൽ ആയാലും അല്ലെങ്കിൽ വ്യക്തിയായാലും ജെമിനി നിങ്ങൾക്ക് വലിയ സഹായമാകും. നിങ്ങൾക്ക് ജെമിനി AI എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ദയവായി എന്നോട് ചോദിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, അതായത് ഇതിന്റെ ആൻസർ ഞാൻ തന്നെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഇത് ജെമിനിയോട് ചോദിച്ചിട്ട് ജെമിനി തന്നെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു കുറച്ചുകൂടി നിങ്ങൾക്ക് വിശദീകരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജെമിനി. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. ഇത് മുന്നോട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഏതെല്ലാം മേഖലയിൽ എങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടും, എല്ലാ മേഖലയിലും ഉള്ളവർക്ക് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ജെമിനിയെ പറ്റി അറിയാൻ വയ്യാത്തവർക്ക് ഇത് എല്ലാവരുടെയും മുന്നിലേക്ക്, അതായത് വാട്സപ്പ് ഒക്കെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതേമാതിരി തന്നെ എല്ലാവരുടെയും മൊബൈലിൽ 100% ഇത് ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഏതൊരു ഡൗട്ട് നമുക്കുണ്ടെങ്കിലും അത് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 100% കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ 99% ശരിയാണെങ്കിൽ 1% തെറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ ലോകത്തിലുള്ള 99% ജെമിനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് 1% ആയിരിക്കും നമുക്ക് ലോകത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പൊ ഈ 1% ആണോ നല്ലത് അതോ 99% ആണോ നല്ലത്? അപ്പൊ നമുക്ക് 1% അറിയാവുന്ന നമ്മൾ 99% അറിയാവുന്ന ജെമിനിയോട് ചോദിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലേ? അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് നമ്മളിലേക്കുള്ള ഒരു അറിവായിരിക്കും. നമുക്കത്
ജെമിനിയിൽ നിന്നും കൂടുതൽ അറിവ് നേടാനായിട്ട് സാധിക്കും. അത് ഏതൊരു മേഖലയിലുള്ളവർക്കും ഇത് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.